സൂപ്പർ പ്രൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം. ജനമാണ് ഇങ്ങനെ ചിന്തിക്കുകയും ഇവരെ കൊണ്ട് ഇങ്ങനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത്. അതെ, ജനാഭിലാഷം എന്നൊക്കെ നമുക്കിതിനെ വളരെ മനോഹരമായിട്ട് ബിജുവിനും മറ്റും പറയാൻ പറ്റും. പക്ഷേ പിണറായി വിജയനെ പോലെ ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുമ്പോൾ രാവിലെ ജേക്കബ് തോമസിന് ഒരു ഉൾവിളി ഉണ്ടായിട്ട് മൂവാറ്റുപുഴ കോടതി ഒരു അപേക്ഷ കൊടുക്കുകയും റെയ്ഡ് നടത്തിയെന്നും പറഞ്ഞതൊന്നും ബിജു നമ്മൾ കേരളീയരെ ചിരിപ്പിക്കരുത്. ഇതൊക്കെ രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല. പിന്നെ ഈ വിജിലൻസ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആദായ നികുതി ഓഫീസ് ഡയറക്ടറേറ്റിനെ സമീപിക്കുന്നു, ഈ വക നാടകങ്ങൾ ഇത് വളരെ രസകരമായ കാഴ്ചകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കുറേ കാലത്തേക്ക് കണ്ട് രസിക്കാനുള്ളതാണ്. പിന്നീട് ഇത് ഇതെല്ലാം അവസാനിക്കുമ്പോൾ ചില നിരപരാധികളും അവരുടെ നഷ്ടപ്പെട്ട മാനത്തിന് മറുപടി അല്ലെങ്കിൽ ഒരു മറുപടി കിട്ടിയില്ല എന്ന് വന്നേക്കാം. ശ്രീ രാജ്മോഹൻ അത് ഞാൻ പറഞ്ഞു, ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വളരെ സുവ്യക്തമാണ്. കാരണം ഞങ്ങൾ ഒരിക്കലും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിയമപരമായി നടക്കുന്ന ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് പകപോക്കലാകാൻ പാടില്ല, വ്യക്തിഹത്യയാകാൻ പാടില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണത്തെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. അന്വേഷണം നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങട്ടെ, അതിൽ യാതൊരു വിധമായ ഭയാശങ്കകളും ഞങ്ങൾക്കില്ല. പക്ഷേ അവസാനം ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലല്ല, ഇത് കോടതിയെ കൺവിൻസ് ചെയ്യിപ്പിച്ച് കൺവിക്റ്റ് ചെയ്യുന്നതിലാണ് ഒരു വിജിലൻസ് ഡയറക്ടർ മിടുക്ക്. ഈ പോക്ക് കണ്ടിട്ട് അതിലേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത് പകപോക്കലാണ് എന്നൊരു തോന്നൽ ജനങ്ങളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ അന്വേഷണത്തെ ഒരു കാരണവശാലും നിരുത്സാഹപ്പെടുത്താനില്ല. അത് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ശരി, 10 സെക്കൻഡ് ബിജു. പിണറായി അറിയാതെ ഇതൊന്നും നടക്കില്ല. അല്ല, അതൊക്കെ ഇങ്ങനെ പറയാമെന്നുള്ളതേ ഉള്ളൂ. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി സത്യസന്ധമായിട്ടുള്ള അന്വേഷണം ഇവിടെ കൊണ്ടുവരും. ഒന്ന്, അഴിമതിക്കെതിരെ, പൊതു സ്വത്ത് കൊള്ളയടിക്കുന്നതിനെതിരെ, പൊതുപണം കട്ടുമുടിക്കുന്നതിനെതിരെ ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട്. ആ ജനവികാരത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. ചാക്കിട്ടം പറയല് ഏത് ശരി, ഞാൻ ഇടപെടുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.